السلام عليكم ورحمة الله. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وأصحابه أجمعين أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ആദരണീയരായ സഹോദരന്മാരെ സഹോദരിമാരെ, പരിശുദ്ധ റമദാനിൻ്റെ പുണ്യകരമായ രാപ്പകലുകളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ റമദാൻ അതിൻ്റെ അവസാനത്തെ 10ലേക്ക് എത്തിയിരിക്കുകയാണ്. അവസാനത്തെ 10 ഏറ്റവും പുണ്യകരമായ 10 ദിവസങ്ങളാണ്, 10 രാത്രികളാണ് എന്ന് നമുക്കറിയാം. അതിലേറ്റവും പ്രധാനപ്പെട്ട ലൈലത്തുൽ ഖദർ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളെല്ലാവരും. അതുമായി ബന്ധപ്പെട്ട് ഏതാനും കാര്യങ്ങളാണ് ഇന്ന് ഫ്രൈഡേ നസീഹയിലൂടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. എല്ലാവർക്കും അറിയാവുന്നതാണ്, ലൈലത്തുൽ ഖദർ ഏറ്റവും മഹത്തായ രാത്രിയാണ്. ഖുർആൻ അവതരിച്ച രാത്രിയാണത്. സൂറത്തുൽ ഖദറിലൂടെ അള്ളാഹു ആ കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. സൂറത്തുൽ ഖദർ നമുക്കറിയാവുന്നതുപോലെ ഈ വിഷയത്തെക്കുറിച്ച് മാത്രമായി പറയുന്ന ഒരു സൂറത്താണ്. ഒരു സൂറത്ത് ഈ ഒരു കാര്യത്തെക്കുറിച്ച് മാത്രം പറയാൻ വേണ്ടി അള്ളാഹു അതിനു വേണ്ടി മാത്രം സമർപ്പിച്ചിരിക്കുന്നു എന്നതുകൊണ്ട് തന്നെ ഇത് വലിയ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ സൂറത്ത് ദുഖാനിലൂടെയും അതിൻ്റെ ആദ്യ ആയത്തുകളിൽ ഇതേ കാര്യങ്ങൾ അള്ളാഹു പറയുന്നുണ്ട്. നമുക്ക് ആയത്തുകളിലൂടെ കണ്ണോടിച്ചുകൊണ്ട് ഈ രാത്രിയുടെ പ്രത്യേകതകൾ മനസ്സിലാക്കാം. അള്ളാഹു പറയുന്ന ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, തീർച്ചയായും നാം അതിനെ ലൈലത്തുൽ ഖദറിൽ അവതരിപ്പിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറകത്തിൻ ഇന്നാ കുന്നാ മുൻദിരീൻ, അതാണ് സൂറത്ത് ദുഖാനിലെ ആയത്ത്. അപ്പോൾ ഖദർ എന്നാൽ എന്താണ്? നിർണയം, മഹത്വം, കണക്കാക്കൽ, നിലപാട്, ബഹുമാനം, ഇങ്ങനെ കുറേ അർത്ഥങ്ങൾ ഖദറിനുണ്ട്. അപ്പം ഇന്നാ അൻസൽനാഹു, തീർച്ചയായും നാം അതിനെ അവതരിപ്പിച്ചിരിക്കുന്നു. ഇവിടെ ആ അവതരിപ്പിച്ചിരിക്കുന്നു നാം എന്നുള്ളത് അള്ളാഹു പറയുകയാണ്. അള്ളാഹു ജിബ്രീൽ അലൈഹിസ്സലാം മുഖേനയാണ് അത് അവതരിപ്പിച്ചതെങ്കിലും നാം അത് അവതരിപ്പിച്ചിരിക്കുന്നു എന്നുള്ള രീതിയിൽ അതിൻ്റെ മഹത്വം വർദ്ധിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ അൻസൽനാഹു എന്നത് ആ ഹൂ മടങ്ങുന്നത് വിശുദ്ധ ഖുർആനിലേക്കാണ്. അതിൻ്റെ തൊട്ടു മുമ്പുള്ള സൂറത്ത് അലക്കിലാണ് ആദ്യമായി വിശുദ്ധ ഖുർആനിലെ ആദ്യ വചനങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അതിന് തൊട്ടടുത്ത സൂറത്തായതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം, ഈ അൻസൽനാഹു എന്ന് പറഞ്ഞ് നാം അതിനെ അവതരിപ്പിച്ചിരിക്കുന്നു എന്നത് വിശുദ്ധ ഖുർആനിൻ്റെ അവതരണത്തെക്കുറിച്ചാണ് പറയുന്നത് എന്ന്. സൂറത്ത് ദുഖാനിൽ പറയുന്നത് അനുഗ്രഹീത രാത്രി, ലൈലത്തുൻ മുബാറക എന്നാണ് പറയുന്നത്. അനുഗ്രഹീതമായ രാത്രിയാണ്. അപ്പോൾ ഒരുപാട് പ്രത്യേകതകളുള്ള മഹത്തായ ഒരു രാത്രിയിലാണ് വിശുദ്ധ ഖുർആനിൻ്റെ അവതരണം നടന്നിരിക്കുന്നത്. ഇത് റമദാനിലാണ് എന്ന് സൂറത്തുൽ ബഖറയിൽ നോമ്പുമായി ബന്ധപ്പെട്ട ആയത്തുകൾക്കിടയിൽ അള്ളാഹു പറയുന്നുണ്ട്. ഷഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. റമദാൻ മാസത്തിലാണ് നാം അതിനെ, ആ ഖുർആനിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഖുർആൻ അവതരിപ്പിച്ചിരിക്കുന്ന ആ റമദാൻ മാസം, ആ ഖുർആൻ ജനങ്ങൾക്ക് മാർഗദർശനവും അതുപോലെ തന്നെ സന്മാർഗത്തിൽ നിന്നും അതുപോലെ സത്യാസത്യ വിവേചനത്തിൽ നിന്നുള്ള വ്യക്തമായ തെളിവുകളുമായിക്കൊണ്ടാണ് വിശുദ്ധ ഖുർആനിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. മഹത്വമേറിയ ഈ ഒരു ഗ്രന്ഥം അവതരിച്ച രാത്രിയാണ്. മഹത്വമേറിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ഈ വിശുദ്ധ ഖുർആൻ അവതരണം ആരംഭിച്ച രാത്രിയാണ്. അതുപോലെ തന്നെ മഹത്വമേറിയ ജിബ്രീൽ അലൈഹിസ്സലാം, മലക്കുകളുടെ നേതാവായ ജിബ്രീൽ അലൈഹിസ്സലാം ആണ് ഈ രാത്രിയിൽ വിശുദ്ധ ഖുർആനിനെ കൊണ്ടുവന്നിരിക്കുന്നത്. അതിൻ്റെ ആയത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം അതുകൊണ്ടൊക്കെ തന്നെ ഏറ്റവും മഹത്വമേറിയ ഒരു രാത്രിയാണ് ലൈലത്തുൽ ഖദർ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത്
ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന്, അള്ളാഹുവിൻ്റെ ജ്ഞാനരേഖയായ ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ഒന്നാം ആകാശത്തിലെ ബൈത്തുൽ ഇസ്സയിലേക്ക് ഖുർആൻ ആദ്യമായി അവതരിപ്പിച്ച, അല്ലെങ്കിൽ ഖുർആൻ ഒന്നാകെ അവതരിപ്പിച്ചതാണ് ഈ രാത്രി എന്നും. മറ്റൊരു വിഭാഗം പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറാ ഗുഹയിൽ വെച്ച് ആദ്യമായി വിശുദ്ധ ഖുർആൻ അവതരണം ആരംഭിച്ചത് ഈ രാത്രിയിലാണ് എന്നും. ഏതായാലും വളരെ മഹത്വമേറിയ ഈ ഒരു രാത്രിയാണ് ലൈലത്തുൽ ഖദ്ർ എന്നുള്ളത്. ഇനി എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ എന്ന് നമുക്ക് നോക്കാം. അള്ളാഹു പറയുന്നു, വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ. ലൈലത്തുൽ ഖദ്ർ എന്നാൽ എന്താണെന്ന് നിനക്കറിയാമോ? നിനക്ക് വിവരം തരുന്നത് എന്താണ്? ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് 1000 മാസങ്ങളേക്കാൾ ശ്രേഷ്ഠമാണെന്നാണ്. ഖൈറും മിൻ അൽഫി ഷഹർ, 1000 മാസങ്ങളേക്കാൾ. 1000 മാസം ശ്രേഷ്ഠമെന്നല്ല, 1000 മാസത്തിൻ്റെ പ്രതിഫലം എന്നല്ല, 1000 മാസങ്ങളേക്കാൾ ശ്രേഷ്ഠമായ പുണ്യമുള്ള രാത്രിയാകുന്നു ഇത്. ഇത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് ലഭിച്ചിരിക്കുന്ന ഒരു നിഅമത്താണ്, ഒരു അനുഗ്രഹമാണ്, ഒരു പ്രത്യേകതയാണ്. മുൻകാല സമൂഹങ്ങൾ പലർക്കും ഒരുപാട് ആയുസ്സുണ്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ സമൂഹം അദ്ദേഹം 950 വർഷം പ്രബോധനം ചെയ്തു എന്നാണ്. അപ്പോൾ അതിനേക്കാൾ ആയുസ്സുള്ള ജനസമൂഹങ്ങൾ ജീവിച്ചിരുന്നു. അതിലും നല്ല പുണ്യാത്മാക്കളായ ആളുകൾ ധാരാളം അത്രയും കാലം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പ്രവർത്തിച്ചവരുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൻ്റെ ആയുസ് എന്ന് പറയുന്നത് 60-നും 70-നും ഇടയിലാണ് ആവറേജ് ഉള്ളത്. കൂടുതൽ ജീവിക്കുന്നവരുണ്ടാകാം, അതിൽ കുറഞ്ഞ സമയം കൊണ്ട് മരണപ്പെടുന്നവരുണ്ടാകാം. ഏതായാലും ഒരു ആവറേജ് എന്ന് കണക്കാക്കുന്നത് അത്രയുമാണ്. അപ്പോൾ ഈ ഒരു ആയുസ്സിൻ്റെ ഇടയിൽ മറ്റുള്ള സമൂഹങ്ങൾ അവർ വലിയ കാലഘട്ടങ്ങൾ കൊണ്ട് നേടിയെടുത്തിരിക്കുന്ന പുണ്യങ്ങൾ നേടിയെടുക്കുവാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് ലഭിക്കുന്നൊരവസരമാണ്. 83 വർഷങ്ങളിലെ പ്രവർത്തനത്തിൻ്റെ ഫലമാണ് ഒരു രാത്രി കൊണ്ട് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമൂഹത്തിന് മറ്റൊരു സമൂഹങ്ങൾക്ക് ലഭിക്കാത്ത രീതിയിലുള്ളൊരു ആദരവാണ് ഇവിടെ ലഭിച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ ഈ രാത്രിയുടെ പ്രത്യേകതയായിക്കൊണ്ട് തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ. ഈ രാത്രിയിൽ മലക്കുകളും അതുപോലെ തന്നെ റൂഹ് ജിബ്രീൽ അലൈഹിസ്സലാം, അദ്ദേഹത്തെയാണ് റൂഹ് എന്ന് പറയുന്നത്. ഈ രാത്രിയിൽ ബിഇദ്നി റബ്ബിഹിം, അവരുടെ റബ്ബിൻ്റെ അനുവാദത്തോടു കൂടി ഇറങ്ങും, മിൻ കുല്ലി അംർ, എല്ലാ കാര്യങ്ങളുമായിക്കൊണ്ട്. അപ്പം എല്ലാ കാര്യങ്ങളുടെയും തീരുമാനങ്ങളായിക്കൊണ്ട് മലക്കുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു രാത്രിയാണ്. അതിനെ സൂറത്ത് ദുഖാനിൽ വിവരിക്കുന്നത് ഫിഹാ യുഫ്രഖു കുല്ലു അംരിൻ ഹക്കീം, എല്ലാ യുക്തിപൂർണമായ കാര്യങ്ങളും അതിനെ വേർതിരിച്ച് അല്ലെങ്കിൽ വ്യക്തമാക്കുന്നത് ഈ ഒരു രാത്രിയിലാണ്. അപ്പം മലക്കുകൾ ഒന്നാകെ ഈ ഭൂമിയിലേക്ക് ഇറങ്ങുന്ന ആ ഒരു രാത്രി, വിവിധങ്ങളായിരിക്കുന്ന ജോലികളിൽ വ്യാപൃതരായിരിക്കുന്ന മലക്കുകൾ അവരവരുടെ റബ്ബിൻ്റെ അനുവാദത്തോടു കൂടി ഈ രാത്രിയിൽ ഭൂമിയിലേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ഈ മലക്കുകളെ കൊണ്ട് ഭൂമി ലോകം തിങ്ങി നിറയുന്നതും ഖദ്റിൻ്റെ ഒരു അർത്ഥത്തിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ ജിബ്രീൽ അലൈഹിസ്സലാം മലക്കുകളുടെ നേതാവാണ്. ഏറ്റവും ഉത്തമമായ ഒരു ദൗത്യം പ്രവാചകന്മാർക്ക് വഹി എത്തിച്ചു കൊടുക്കുക എന്ന ദൗത്യമാണ് ജിബ്രീൽ അലൈഹിസ്സലാം നിർവഹിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇറങ്ങുന്ന, പ്രത്യേകമായിക്കൊണ്ട് ഇറങ്ങുന്ന ഒരു സൈന്യത്തിൻ്റെ സേനാധിപൻ തന്നെ നേരിട്ട്, അല്ലെങ്കിൽ ഒരു നേതൃത്വം വഹിക്കുന്ന ഒരാൾ തന്നെ ഇറങ്ങുന്നു എന്ന് പറയുമ്പം അതിന് വലിയ പ്രാധാന്യം വരികയാണ്. അപ്പം അങ്ങനെ ആ ഒരു ദിവസമാണ്, രാത്രിയാണ്. ആ രാത്രിയിൽ എല്ലാ കാര്യങ്ങളും നിർണ്ണയിക്കുകയും അതിൽ മനുഷ്യരുടെ റിസ്ക് ഉണ്ടാകും, മറ്റ് കാര്യങ്ങളുണ്ടാകും. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യും? ആ രാത്രിയിൽ നിർണ്ണയിക്കും എന്നുള്ളതാണ് ഈ രാത്രിയുടെ പ്രത്യേകത. ഇത് എല്ലാ വർഷവും ആവർത്തിക്കുന്നു എന്നുള്ളത് നമുക്ക് ഈ ആയത്തിലൂടെ മനസ്സിലാക്കാം. ചില ആളുകൾ അതിനെ നിഷേധിക്കാറുണ്ട്. ഇത് ആ ഒരു ദിവസം മാത്രമാണ്, അല്ലെങ്കിൽ ഖുർആൻ ഇറങ്ങിയിരിക്കുന്ന ആ ഒരു രാത്രി മാത്രമാകുന്നു എന്നാണ്. അത് ഒരുപാട് വ്യക്തമായ ഹദീസുകൾക്കെതിരാണ്. അതുപോലെ തന്നെ ഈ ആയത്തിൽ തന്നെ തനസ്സലുൽ മലായിക്കത്തു എന്നുള്ള, തനസ്സലു എന്നുള്ളതിൻ്റെ 2 താഴിൽ ഒരു താ ഹദ്ഫ് ചെയ്യപ്പെട്ടതാണ്. അത് മാറ്റപ്പെട്ട് അതിൻ്റെ ആ ഒരു അർത്ഥം നിലനിർത്തുന്നു എന്നാണ്. ഇതുപോലെ ഒരുപാട് ആയത്തുകൾ വിശുദ്ധ ഖുർആനിൽ വേറെയുമുണ്ട്. തനസ്സലു എന്നുള്ള
അതിനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു നിരന്തരമായി. അപ്പോൾ എല്ലാ വർഷവും ഇറങ്ങുന്നതിനെ കാണിക്കുന്നതാണ്. മറ്റൊരു പ്രത്യേകത സലാമുൻ ഹിയ ഹത്ത മത്ലഇൽ ഫജ്ർ, ആ രാത്രിയിൽ പ്രഭാതോദയം വരെ സമാധാനമായിരിക്കും. സമാധാനത്തിൻ്റെ കാര്യങ്ങൾ, എല്ലാ തരത്തിലുള്ള നന്മയുടെ തീരുമാനങ്ങളാണ് ആ രാത്രിയിൽ എടുക്കപ്പെടുന്നത്. ഇനി എപ്പോഴാണ് ആ രാത്രി എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. അത് റമദാൻ മാസത്തിലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഷഹ്റു റമദാൻ അല്ലദി ഉൻസില ഫീഹിൽ ഖുർആൻ എന്ന് പറഞ്ഞു. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് അത് റമദാൻ മാസത്തിലെ അവസാനത്തെ 10 ഒറ്റയായ രാത്രികളിൽ നിങ്ങൾ പ്രതീക്ഷിക്കുക എന്ന്. തഹറു ലൈലത്തുൽ ഖദ്രി ഫിൽ വിത്രി മിനൽ അശ്രിൽ അവാഹിരി മിൻ റമദാൻ, റമദാൻ മാസത്തിലെ അവസാനത്തെ 10 ഒറ്റയായ രാത്രികളിൽ നിങ്ങൾ അതിനെ പ്രതീക്ഷിക്കുക. അപ്പോൾ 21-ാം രാവ്, 23-ാം രാവ്, 25-ാം രാവ്, 27-ാം രാവ്, 29-ാം രാവ്, ഇങ്ങനെ ഒറ്റയായ രാത്രികളാകാം. നമ്മൾ പറഞ്ഞതുപോലെ ആ ഒരു മാസത്തിലെ അവസാനത്തെ 10 പിന്നെയും വീണ്ടും 5 രാത്രികളിലേക്ക് അതിൻ്റെ ഒതുങ്ങുകയാണ്. ഇതിനൊക്കെ ഇത് ഓരോ ദിവസവും അതിനെ സപ്പോർട്ട് ചെയ്യാവുന്ന ഒരുപാട് ഹദീസുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഏറ്റവും വളരെ നല്ല ഒരു തീരുമാനം എന്ന് പറയുന്നത് ഈ ദിവസങ്ങളിലൊക്കെ തന്നെ ഇതിനെ പ്രതീക്ഷിക്കുക എന്നുള്ളതാണ്. ചില സഹാബികൾ ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട് ചില ദിവസങ്ങളാണ് എന്നൊക്കെ. അതുപോലെ തന്നെ മറ്റുള്ള ദിവസങ്ങൾ രാത്രികൾക്കും അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഇത് ഈ ഉമ്മത്തിൽ നിന്ന് മറച്ചു വെക്കപ്പെട്ടത് നമുക്ക് ഗുണകരമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഒരിക്കൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ കാര്യം അറിയിക്കാൻ വേണ്ടി സ്വഹാബികൾക്കിടയിലേക്ക് വരുന്നു. അങ്ങനെ ആ സമയത്താണ് 2 സ്വഹാബികൾ ചില കാര്യങ്ങൾ എന്തിനോ ഒരു കലഹമുണ്ടാക്കുന്നു, വഴക്കുണ്ടാക്കുന്നത് കാണുകയും അദ്ദേഹത്തിൽ നിന്ന് ആ കാര്യം മറക്കപ്പെടുകയും ചെയ്തു എന്നാണ് തിരുമേനി പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞത് അത് നിങ്ങൾക്ക് ഖൈറായിരിക്കും. കാരണം എന്താണ്, ഈ 10 ദിവസങ്ങളും നമ്മൾ അധ്വാനിക്കും. അതിനെ നേടാൻ വേണ്ടി ഈ 10 ദിവസവും അധ്വാനിക്കുമ്പം ആ ലൈലത്തുൽ ഖദറിനോടൊപ്പം ബാക്കിയുള്ള ദിവസങ്ങളിലെ നന്മകളുടെ പ്രതിഫലം കൂടി നമുക്ക് ലഭിക്കുമെന്നാണ്. അപ്പം അതുകൊണ്ട് തന്നെ അതൊരു ഗുണമാണ്. ഇതുപോലെ വെള്ളിയാഴ്ചയിൽ ഒരു പ്രത്യേക സമയം, ആ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുന്ന ഒരു പ്രത്യേക സമയമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ഇന്ന സമയമാണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പം കൂടുതൽ സമയം അതിനുവേണ്ടി അധ്വാനിക്കുന്നപ്പോൾ അതിൻ്റെ പ്രതിഫലം ലഭിക്കുമെന്നുള്ളതാണ്. കൂടുതൽ ദിവസങ്ങൾ അതിന് പ്രതിഫലം ലഭിക്കും. ഇനി ഈ ലൈലത്തുൽ ഖദർ അല്ലെങ്കിൽ അവസാനത്തെ 10 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പതിവ്, അദ്ദേഹമാണല്ലോ നമുക്ക് മാതൃക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ രാത്രിയെ സജീവമാക്കിക്കൊണ്ട് ഇഅ്തികാഫിലൂടെയും നമസ്കാരത്തിലും ഖുർആൻ പാരായണത്തിലും ദിക്റുകളിലുമായിക്കൊണ്ട് ഈ രാത്രികളെ ഹയാത്താക്കാറുണ്ടായിരുന്നു എന്നാണ്. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖലൽ അശ്റു അഹ്യൽ ലൈല വ ഐഖദ അഹ്ലഹു വജദ്ദ വശദ്ദൽ മിഅ്സർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ 10 കടന്നു വന്നാൽ അദ്ദേഹം ആ രാത്രികളെ സജീവമാക്കും, രാത്രികളെ ഹയാത്താക്കും, ജീവിപ്പിക്കും. രാത്രികൾ ഉറങ്ങാതെ പ്രാർത്ഥനകളിലും ആരാധനകളിലുമായി കഴിയും. അതുപോലെ തന്നെ തൻ്റെ വീട്ടുകാരെയും അദ്ദേഹം ഉണർത്തും, ധാരാളമായി നന്മകൾ ചെയ്യും. തൻ്റെ അരമുറുക്കി കൊടുത്തുകൊണ്ട് അതിനുവേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി, ഈ ഒരു സമയത്ത് സജീവമായി നിലനിൽക്കാൻ വേണ്ടി ഒരുങ്ങി ഇറങ്ങും എന്ന് ഹദീസുകൾ കാണാൻ സാധിക്കും. അപ്പോൾ ആ രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ രാത്രികളെ സജീവമാക്കി ആരാധനകൾ കൊണ്ട് ജീവസുറ്റതാക്കി മാറ്റും. അപ്പോൾ നാം എന്താണ് ചെയ്യേണ്ടത് ഈ ദിവസങ്ങളിൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരെങ്കിലും ആ ലൈലത്തുൽ ഖദ്റിൽ ഈമാനോടും ഇഹ്തിസാബോടും കൂടി, വിശ്വാസത്തോടും പ്രതിഫലം ലഭിക്കണമെന്ന ആഗ്രഹത്തോടും കൂടി നിന്ന് നമസ്കരിച്ചാൽ അവൻ്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്നാണ്. ആ രീതിയിൽ ഉത്തമമായിരിക്കുന്ന ദിനരാത്രങ്ങളാണ്. അപ്പോൾ അതിൽ നമ്മളുടെ പ്രവർത്തനങ്ങളിൽ ഉണ്ടാവേണ്ടത് എന്തൊക്കെയാണ്? രാത്രി നമസ്കാരം, അതുപോലെ തന്നെ ഖുർആൻ പാരായണം, ഖുർആൻ പഠനം, അള്ളാഹുവിനെക്കുറിച്ചുള്ള ദിക്റ്, ഓർമ്മകൾ സജീവമായി നിലനിർത്തുക, ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക, പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കുക, അതുപോലെ ഇഅ്തികാഫിരിക്കുക, ജമാഅത്ത് നമസ്കാരങ്ങൾ കൃത്യമായി, പ്രത്യേകിച്ച് മഗ്രിബ്, ഇശാ, സുബഹി തുടങ്ങിയ ജമാഅത്ത് നമസ്കാരങ്ങൾ കൃത്യമായി നിർവഹിക്കുക. ജമാഅത്ത് നമസ്കാരവും സുബഹിയുടെയും ഇശായിൻ്റെയും ജമാഅത്ത് നമസ്കാരം ഒരാൾ കിട്ടിയാൽ
അയാൾക്ക് ആ ലൈലത്തുൽ ഖദർ ആണെങ്കിൽ അതിൻ്റെ പ്രതിഫലം ലഭിക്കും എന്ന് വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. ഇനി ഈ ദിവസങ്ങളിൽ നമ്മൾ എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? നമ്മുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഇനി എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആയിഷ റളിയല്ലാഹു അൻഹ നമ്മുടെ ഉമ്മ ചോദിച്ചു, നബിയെ, എനിക്ക് ലൈലത്തുൽ ഖദർ ആണെന്ന് ബോധ്യപ്പെട്ടാൽ അല്ലെങ്കിൽ തോന്നിയാൽ ഞാൻ എന്താണ് പറയേണ്ടത്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥനയാണ്, നീ പറയുക, അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. ഈ പ്രാർത്ഥന നമ്മൾ ധാരാളമായി വർദ്ധിപ്പിക്കുക. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അള്ളാഹുവിനോട് പറയുന്നത്, അള്ളാഹുവേ, നീ മാപ്പ് നൽകുന്നവനാണ്, നീ മാപ്പ് നൽകുന്നത് ഇഷ്ടപ്പെടുന്നു, അതുകൊണ്ട് എനിക്ക് നീ മാപ്പ് നൽകണമേ. അപ്പം നമുക്ക് അള്ളാഹുവിൻ്റെ മാപ്പ് ലഭിച്ചു കഴിഞ്ഞാൽ, പാപമോചനം ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിജയിച്ചു. നമ്മൾ ചെയ്തിരിക്കുന്ന തെറ്റുകൾക്കൊക്കെ അള്ളാഹു പുറത്തു തരികയും അതിന് മാപ്പ് നൽകുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് വിജയിക്കാൻ സാധിക്കും. അപ്പം അതുകൊണ്ട് ഏറ്റവും സുപ്രധാനമായിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കുക, നമ്മുടെ പാപങ്ങൾക്ക് മാപ്പ് ചോദിക്കുക എന്നുള്ളത്. അതോടൊപ്പം തന്നെ സുപ്രധാനമാണ്, നമ്മൾ മാപ്പ് ലഭിക്കുന്നവരായി തീരണമെങ്കിൽ നമ്മളുമായി പ്രശ്നങ്ങളുള്ളവർക്ക് മാപ്പ് കൊടുക്കണം. നമ്മൾ ആളുകൾക്ക് വിട്ടുവീഴ്ച ചെയ്യണം. സൂറത്ത് നൂറിൽ അള്ളാഹു അത് വ്യക്തമാക്കുന്നുണ്ട്. നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ പാപമോചനം ലഭിക്കാൻ, മാപ്പ് ലഭിക്കാൻ ഇഷ്ടപ്പെടുന്നില്ലേ? അങ്ങനെയെങ്കിൽ നിങ്ങൾ മറ്റുള്ള ആളുകൾക്ക് വിട്ടുകൊടുക്കുക, മാപ്പ് നൽകുക. അവരുമായുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ സാരമില്ല എന്നുള്ള രീതിയിൽ മാറ്റിക്കൊണ്ട് മാപ്പ് നൽകുക എന്നുള്ളതാണ്. ഇനി ഈ ദിവസങ്ങൾ നമുക്ക്, ഈ ദിനരാത്രങ്ങൾ നഷ്ടപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് തിന്മയായിരിക്കുന്ന പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് സംസാരങ്ങളിലൂടെ വരുന്ന തെറ്റായ കാര്യങ്ങൾ. ഗീബത്ത്, നമീമത്ത്, പരിഹാസം, ചീത്ത സംസാരങ്ങൾ, അനാവശ്യ പ്രവർത്തികൾ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിലൂടെ നമ്മുടെ ഈ ഒരു ദിവസങ്ങളെ നമുക്ക് നഷ്ടപ്പെടും, അല്ലെങ്കിൽ ഈ രാത്രിയുടെ പുണ്യം നഷ്ടപ്പെടുകയും അതിന് പകരം കുറ്റം ലഭിക്കുകയും ചെയ്യുമെന്നാണ്. ഈ രാത്രിയെ ഗൗരവത്തോടെ എടുക്കുമ്പോൾ അതിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് തെറ്റുകൾ വരാതിരിക്കുവാനുള്ള സജീവമായൊരു ശ്രദ്ധ നമുക്ക് വേണം. നമ്മളതിൽ അനാവശ്യങ്ങൾ ചെയ്യുകയോ സംസാരിക്കുകയോ ആളുകളെക്കുറിച്ച് വിലയിരുത്തുകയോ കുറ്റം പറയുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. അങ്ങനെ സംഭവിച്ചാൽ നമ്മുടെ ഗുണത്തിന് പകരം നമുക്ക് പാപങ്ങളായിരിക്കും ലഭിക്കുക. അപ്പോൾ ആ രീതിയിൽ അതിനെ ഗൗരവത്തോടു കൂടി നമ്മൾ ശ്രദ്ധിക്കണം. ഇനി അവസാനത്തെ 10 സജീവമായിട്ട് പ്രാർത്ഥനകളിലൂടെയും ഒക്കെ തന്നെ ഉപയോഗപ്പെടുത്തണം. സുപ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് വളരെയധികം തിരക്ക് പിടിച്ചതാണ്. ഒരുപാട് സമ്മർദ്ദങ്ങളിലൂടെയും ഒരുപാട് തിരക്കുകളിലൂടെ നമ്മളിങ്ങനെ കടന്നു പോകുമ്പോൾ നമ്മളെ തന്നെ മറന്നു പോവുകയാണ്. നമ്മൾ പലരുടെയും അജണ്ടകൾക്കനുസരിച്ച് കൊണ്ട് നമ്മൾ പ്രവർത്തിക്കുന്നു. നമ്മുടെ സോഷ്യൽ മീഡിയകളിലേക്ക് വരുന്ന നോട്ടിഫിക്കേഷൻസ് അനുസരിച്ചുകൊണ്ട് നമ്മളിങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ മറ്റുള്ള ആളുകളുടെ അജണ്ടകൾക്ക് വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ഒരു മെസ്സേജ് വരുമ്പോൾ, നമ്മളിലേക്ക് വരുന്നൊരു മെസ്സേജിന് അത് അതിനെക്കുറിച്ച് ചിന്തിച്ച് അതിന് മറുപടി നൽകി, അല്ലെങ്കിൽ അതുപോലെ ആ കാര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ മറ്റുള്ളവർ നമ്മുടെ അജണ്ടകളെ നിർണ്ണയിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ടി മാറിയിരിക്കുന്ന, നമ്മളെ വിലയിരുത്താനുള്ള ഒരു അവസരം വേണം. അതാണ് യഥാർത്ഥത്തിൽ ഈ അവസാനത്തെ 10 ലൈലത്തുൽ ഖദറിലൂടെ നമുക്ക് ബോധ്യപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്ര തിരക്കുള്ള ഒരാളാണ്. കുടുംബം, വലിയൊരു കുടുംബം അദ്ദേഹത്തിനുണ്ട്. അതുപോലെ തന്നെ വലിയൊരു സമൂഹത്തിൻ്റെ ആത്മീയവും ഭൗതികവുമായ കാര്യങ്ങളൊക്കെ നിർണ്ണയിക്കേണ്ടതുണ്ട്, നിശ്ചയിക്കേണ്ടതുണ്ട്. എങ്കിലും അദ്ദേഹം ഈ ദിവസങ്ങളിൽ മാറിയിരിക്കാൻ തയ്യാറാവുകയാണ്. ബാക്കിയെല്ലാം മാറ്റിവെച്ചുകൊണ്ട് സ്വന്തത്തിലേക്ക് ഇറങ്ങി സ്വന്തത്തിൻ്റെ കാര്യങ്ങൾ അള്ളാഹുവുമായിട്ട് പറയുവാനുള്ളൊരവസരമായിട്ട് ഇതിനെ ഉപയോഗപ്പെടുത്തുകയാണ്. അപ്പം അതുകൊണ്ട് നമ്മൾക്ക് ഏറ്റവും ഉൾക്കൊള്ളേണ്ട ഒരു കാര്യം, ഈ ഒരു അവസരത്തെ, പ്രത്യേകിച്ച് അവസാനത്തെ 10 ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ എല്ലാ രാത്രികളെയും ഹയാത്താക്കുക. അതുപോലെ തന്നെ പകലുകളെ ആരാധനകൾ കൊണ്ട് പൂർണ്ണമാക്കുക. അങ്ങനെ നമ്മൾ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്താണ് നമ്മൾക്ക് നമ്മളെക്കുറിച്ചുള്ള ചിന്തകൾ ഉണ്ടാവുക. നമ്മളിലേക്ക് ടോർച്ചടിച്ച് നോക്കുവാനുള്ളൊരവസരമാണ്. നമ്മളെ വിലയിരുത്തുവാൻ, നമ്മുടെ കാര്യങ്ങളെക്കുറിച്ച് ഒരു വിചാരണ ചെയ്യുവാൻ ആവശ്യമായിരിക്കുന്നൊരു സമയമാണ്. അപ്പോൾ അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവസരമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ചെറിയ നന്മകളിലൂടെ വലിയ പ്രതിഫലം ലഭിക്കുന്ന ഈ രാത്രികളിൽ നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ നന്മകൾക്ക്
വലിയ കാലയളവിൻ്റെ പ്രതിഫലം ലഭിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്മകൾ ചെയ്യുകയും അതുപോലെ ദാനധർമ്മങ്ങളിലൂടെയും മറ്റുള്ള സൽക്കർമ്മങ്ങളിലൂടെയൊക്കെ ഈ ദിവസങ്ങളെ നമ്മൾ വരുതിയിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ മുക്തമായിക്കൊണ്ട് കുറേ സമയം നിൽക്കുക എന്നുള്ളത് തന്നെ ഒരു വലിയ ക്ഷമയാണ്. അപ്പം അതുകൊണ്ട് ആ ഒരു കാര്യത്തിന് നമ്മൾ തയ്യാറാവണം. ഈ ഒരു അവസാനത്തെ 10 ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദിവസങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തുക. അള്ളാഹു അങ്ങനെ ഈ സുപ്രധാനമായ ദിനരാത്രങ്ങളെ ഉപയോഗപ്പെടുത്തി നമ്മുടെ ജീവിത വിജയം കരസ്ഥമാക്കുന്ന സജ്ജനങ്ങളിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, നമ്മളിൽ നിന്ന് വന്നുപോയിരിക്കുന്ന എല്ലാ തെറ്റുകളും കുറ്റങ്ങളും ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി തരണേ നാഥ. നമ്മുടെ പ്രാർത്ഥനകൾ, ഒരുപാട് ആളുകളെ വേണ്ടിയുള്ള പ്രാർത്ഥനകൾ നമ്മൾ ഈ സന്ദർഭത്തിൽ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. രാത്രിയിൽ ഉണർന്നിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കാൻ, പ്രത്യേകിച്ച് രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് നമ്മുടെ കാര്യവും നമ്മുടെ സമുദായത്തിൻ്റെ കാര്യവും ധാരാളം പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് നമുക്കറിയാം, ഈ റമദാനിൽ ഗസയിൽ നടന്നുകൊണ്ടിരിക്കുന്ന നരനായാട്ടിനെ കുറിച്ച് എല്ലാ തരത്തിലുള്ള കരാറുകളെയും വെടിനിർത്തലുകളെയൊക്കെ ലംഘിച്ചുകൊണ്ട് നടത്തുന്ന നരനായാട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അവിടെ നമ്മൾ ഏറ്റവും വലിയ ആയുധമായ പ്രാർത്ഥന നമ്മൾ അവർക്ക് വേണ്ടി ചെലവഴിക്കേണ്ടതുണ്ട്. ആ സഹോദരങ്ങൾക്ക് വിജയം നൽകാൻ വേണ്ടി, ഖുദ്സിൻ്റെ മോചനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ നമ്മൾ നിരന്തരം നടത്തുക. അതുപോലെ നമുക്ക് വ്യക്തിപരമായിട്ടുമുള്ള പ്രാർത്ഥനകൾ. അള്ളാഹുവേ, ഈ ഒരു അവസാനത്തെ പുണ്യകരമായ ദിനരാത്രങ്ങളിൽ ധാരാളം നന്മകൾ ചെയ്തുകൊണ്ട് നിൻ്റെ പ്രീതി കരസ്ഥമാക്കുന്ന സജ്ജനങ്ങൾ ഞങ്ങളെല്ലാവരും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകണേ. ഞങ്ങളുടെ ഭാഗത്ത് വന്നുപോയിരിക്കുന്ന എല്ലാ തെറ്റുകളും കുറ്റങ്ങളും ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി തരണേ തമ്പുരാനെ. നിൻ്റെ മാപ്പ് ലഭിക്കുന്ന സൗഭാഗ്യവാന്മാരെ ഞങ്ങളെല്ലാവരും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ നാഥ. ഇനിയുള്ള ജീവിതത്തിൽ ധാരാളം നന്മകൾ ചെയ്യുവാനും നിനക്കിഷ്ടമുള്ള രീതിയിൽ ജീവിക്കുവാനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. ഞങ്ങളുടെ കൂട്ടത്തിൽ മരണപ്പെട്ടു പോയിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, മറ്റ് സ്നേഹജനങ്ങൾ എല്ലാവർക്കും അള്ളാഹുവെ നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ നാഥ. ഞങ്ങളുടെ കൂട്ടത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ആരോഗ്യവും ആഫിയത്തും നൽകി നീ അനുഗ്രഹിക്കണേ നാഥ. ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗികളായിരിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവെ രോഗം ശിഫ നൽകി ആരോഗ്യവും ആഫിയത്തും നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ കൂട്ടത്തിൽ സാമ്പത്തികമായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് അവരുടെ പ്രയാസങ്ങൾ മാറ്റി ഐശ്വര്യവും ബറക്കത്തും നൽകി അനുഗ്രഹിക്കണേ നാഥ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ മുസ്ലിം സഹോദരങ്ങളുടെയും പ്രയാസങ്ങൾ അള്ളാഹുവെ നീ മാറ്റി അവർക്ക് ആശ്വാസം നൽകണേ നാഥ. കേരളത്തിലും ഇന്ത്യയിലുമൊക്കെ തന്നെ ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും സമാധാനത്തിൻ്റെ അന്തരീക്ഷം നീ നൽകി അനുഗ്രഹിക്കണേ നാഥ. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. റബ്ബനാ സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത് മുസ്തഖറൻ വമുഖാമ. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. والسلام عليكم ورحمة الله وبركاته.